എക്സാമിന് വളരെ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ലെറ്റർ മാത്ത്, അക്ഷരഗണിതം. അപ്പൊ ആ പാഠത്തിൽ നിന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള മറ്റൊരു കാര്യമായിട്ടാണ് മാഷ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം പരിചയപ്പെട്ടിരുന്നില്ലേ, അതിന് തുടർച്ചയാണ് ഇത്. അപ്പൊ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരും. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോ എന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് 6ാം ക്ലാസ് പഠിക്കുന്ന നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോ തുടർന്ന് കാണാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ പാഠത്തിലോട്ട് കടക്കാം. ഇവിടെ നോക്കിക്കേ, ഒരു പട്ടിക തന്നിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നത്? സൈഡ്സ് തന്നിട്ടുണ്ട് 4 എന്ന് വെച്ചാൽ ഇത് 4 സൈഡുള്ള ഒരു ഷേപ്പ് നോക്കി. പിന്നെ ലൈൻസ് 1, അതായത് 4 സൈഡുള്ള ഒരു ഷേപ്പിന്റെ ഉള്ളിലൂടെ ഒരു വര കുറുകെ വരച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി? 1, 2 ട്രയാങ്കിൾസ് കിട്ടി. ഈ ചിത്രമാണ് നമുക്ക് ടേബിൾ രൂപത്തിൽ ഇവിടെ തന്നത്. അതായത് 4 സൈഡുള്ള ഒരു ഷേപ്പിന്റെ കുറുകെ ഒരു വര വരച്ചാൽ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും. അതുപോലെ തന്നെ 5 സൈഡുള്ള ഒരു ഷേപ്പില് നമുക്കിത് 2 വരകൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. 5 സൈഡുള്ള ഒരു ഷേപ്പ്, ഇതിനുള്ളിൽ നമുക്കിത് 1, 2 വരകള് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ സൈഡ്സ് എന്താണ്? 5 സൈഡുള്ള ഷേപ്പ്. എത്ര വരകൾ വരയ്ക്കുക? ലൈൻസ് 2. ആ സമയം നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടും? 1, 2, 3 ട്രയാങ്കിൾ കിട്ടും. അപ്പൊ 5 സൈഡുള്ള ഒരു ഷേപ്പിൽ 2 വരകൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് 3 ട്രയാങ്കിൾ കിട്ടുകയും ചെയ്യും. അതുപോലെ അടുത്തത് 6 സൈഡുള്ള ഒരു ഷേപ്പ്. 1, 2, 3, 4, 5, 6 സൈഡുള്ള ഒരു ഷേപ്പ്. അതിൽ നമുക്ക് എത്ര വരകൾ വരയ്ക്കാൻ വേണ്ടി പറ്റും? 3 വരകൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. 1, 2, 3 വരകൾ വരച്ചു. അപ്പൊ എത്ര ട്രയാങ്കിൾസ് കിട്ടും? 1, 2, 3, 4. അപ്പൊ നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടും. അപ്പൊ 6 സൈഡുള്ള ഒരു ഷേപ്പില് 3 വരകൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. ആ സമയം നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടും അല്ലേ? ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ ടേബിൾ രൂപത്തിൽ ഇവിടെ തന്നത്. ഇനി 7 സൈഡുള്ള ഷേപ്പ് ആണെങ്കിൽ നമുക്ക് 4 വരകൾ വരയ്ക്കാം, 5 ട്രയാങ്കിൾസ് കിട്ടും. 8 സൈഡുള്ള ഷേപ്പ് ആണെങ്കിൽ നമുക്ക് 5 വരകൾ വരയ്ക്കാം, 6 ട്രയാങ്കിൾസ് കിട്ടും. അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ടേബിൾ രൂപത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കണേ, ഈ സൈഡിന്റെ എണ്ണവും ലൈൻസിന്റെ എണ്ണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം എന്ന് നമ്മൾ ആദ്യം നോക്കണം. എന്താണ് ബന്ധം? ഇവിടെ നോക്കിക്കേ, സൈഡിന്റെ എണ്ണം 4 ആവുമ്പോൾ ലൈൻസിന്റെ എണ്ണം 1, സൈഡിന്റെ എണ്ണം 5 ആവുമ്പോൾ ലൈൻസിന്റെ എണ്ണം 2, സൈഡിന്റെ എണ്ണം 6 ആവുമ്പോൾ ലൈൻസിന്റെ എണ്ണം 3. എങ്ങനെയാണ് പോകുന്നത്? 4ഉം 1ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? ആ 4ൽ നിന്ന് 3 കുറച്ചാൽ 1 ആയി. അതുപോലെ 5ഉം 2ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 5ൽ നിന്ന് 3 കുറച്ചാൽ 2 ആയി. അപ്പൊ 6ഉം 3ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 6ൽ നിന്ന് 3 കുറച്ചാൽ 3 ആയി. അപ്പൊ ഇവിടെയുള്ള സൈഡിന്റെ എണ്ണത്തിൽ നിന്ന് 3 കുറച്ചതാണ് നമുക്ക് കിട്ടുന്ന ലൈൻസിന്റെ എണ്ണം. ഇനി 8 സൈഡ് ഉണ്ടെങ്കിൽ എത്ര ലൈൻസ് ഉണ്ടാവും? 8ന്ന് 3 കുറച്ചത് 5 ലൈൻസ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി കഴിയും. അപ്പൊ സൈഡിന്റെ എണ്ണവും ലൈൻസിന്റെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? സൈഡ്സിന്റെ എണ്ണത്തിൽ നിന്ന് 3 കുറച്ചാല് നമുക്ക് ലൈൻസിന്റെ എണ്ണം കിട്ടും. അപ്പൊ നമ്മൾ ടേബിളിൽ നിന്ന് ഒരു ഇക്വേഷൻ കണ്ടെത്തി. എന്താണ്? സൈഡ്സിന്റെ എണ്ണത്തിൽ നിന്ന് 3 കുറച്ചാല് നമുക്ക് ലൈൻസിന്റെ എണ്ണം കിട്ടും. ഇതാണ് ഇക്വേഷൻ. സൈഡ്സിന്റെ എണ്ണത്തിൽ 3 കുറച്ചാൽ ലൈൻസിന്റെ എണ്ണം. നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാ, ഒരു ഇക്വേഷന്റെ ഏറ്റവും ചെറിയ രൂപത്തിലാക്കുന്നതാണ് നമ്മൾ ലെറ്റർ മാത്ത്, അക്ഷരഗണിതം എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ ചെറിയ രൂപത്തിൽ എങ്ങനെ ആക്കുക? സൈഡ്സ് മുഴുവൻ എഴുതുന്നതിന് പകരം ഒരു ലെറ്റർ മാത്രം ഇതിന് പകരം എടുക്കും. ഞാൻ സൈഡ്സ് മുഴുവൻ എഴുതുന്നതിന് പകരം സൈഡ്സിന്റെ ഏറ്റവും ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള എസ് എന്ന് എടുത്തു. എസ് എന്ന് വെച്ചാൽ എന്താണ്? സൈഡ്സ് ആണ്. നമ്മൾ ചുരുക്കി എഴുതാണ്. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ സൈഡ്സിന്റെ എണ്ണത്തിൽ നിന്ന് എന്താണ്? 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലൈൻസിന്റെ എണ്ണം കിട്ടുന്നത്. ഞാൻ ലൈൻസ് മുഴുവൻ എഴുതുന്നതിന് പകരം ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എൽ എടുത്തു. അപ്പൊ സൈഡ്സിന്റെ എണ്ണത്തിൽ നിന്ന് 3 കുറച്ചാല് നമുക്ക് ലൈൻസിന്റെ എണ്ണം കിട്ടും. S-3 = L എന്നുള്ള രൂപത്തില് നമുക്കിത് ചെറുതാക്കി എഴുതാം. ഇങ്ങനെ എഴുതുന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു ബന്ധമുണ്ട്. ഈ സൈഡ്സിന്റെ എണ്ണവും അതുപോലെ ട്രയാങ്കിൾസിന്റെ എണ്ണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് ഇതുപോലെ ഒന്ന് കണ്ടെത്തി.
എന്താണ്? സൈഡ്സിന്റെ എണ്ണം 4 ആവുമ്പോൾ ട്രയാങ്കിൾസിന്റെ എണ്ണം 2, സൈഡ്സിന്റെ എണ്ണം 5 ആവുമ്പോൾ ട്രയാങ്കിൾസിന്റെ എണ്ണം 3, സൈഡ്സിന്റെ എണ്ണം 6 ആവുമ്പോൾ ട്രയാങ്കിൾസിന്റെ എണ്ണം 4, സൈഡ്സിന്റെ എണ്ണം 7 ആവുമ്പോൾ ട്രയാങ്കിൾസിന്റെ എണ്ണം 5. എന്താണ് ബന്ധം? 4ൽ നിന്ന് 2 കുറച്ചാൽ എന്തായി? 4ൽ നിന്ന് 2 കുറച്ചാൽ 2 ആയി. അതുപോലെ 5ൽ നിന്ന് 2 കുറച്ചാൽ 3 ആയി. 6ൽ നിന്ന് 2 കുറച്ചാൽ എന്താണ്? 4 ആയി. 7ൽ നിന്ന് 2 കുറച്ചാൽ 5 ആയി. ഇവിടെ എന്താണ്? സൈഡ്സിന്റെ എണ്ണത്തിൽ നിന്ന് 2 കുറച്ചതാണ് എന്ത്? നമ്മുടെ ട്രയാങ്കിൾസിന്റെ എണ്ണം. അപ്പൊ എന്താണ് സൈഡ്സും ട്രയാങ്കിൾസും നമ്മൾ ബന്ധം? സൈഡ്സിന്റെ എണ്ണത്തിൽ നിന്ന് 2 കുറച്ചാല് നമുക്ക് ട്രയാങ്കിൾസിന്റെ എണ്ണം കിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ ഇക്വേഷൻ കിട്ടി. ഇതിന് ചെറുതാക്കാൻ വേണ്ടി പറ്റും. എന്താണ്? സൈഡ്സിൽ നിന്ന് മുഴുവൻ എഴുതുന്നതിന് പകരം ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എസ് എടുത്തു. സൈഡ്സിൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടി എന്നുള്ള ലെറ്റർ ഇതേ മാഷി ട്രയാങ്കിൾസ് നിന്ന് മുഴുവൻ എഴുതുന്നതിന് പകരം എടുത്തു. ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ടി, ട്രയാങ്കിൾസ് നിന്ന് മുഴുവൻ എഴുതുന്നതിന് പകരം ടി എന്ന ലെറ്റർ മാത്രമായിട്ട് എടുത്തു. അപ്പൊ S-2 = T. എസ് എന്താണ്? സൈഡ്സിന്റെ എണ്ണം. സൈഡ്സിന്റെ എണ്ണത്തിൽ നിന്ന് 2 കുറച്ചാൽ ടി, അതായത് ട്രയാങ്കിൾസിന്റെ എണ്ണം കിട്ടും. S-2 = T എന്നുള്ള രൂപത്തില് നമ്മൾ അതിനെ ചെറുതാക്കി എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ ലൈൻസിന്റെ എണ്ണവും ട്രയാങ്കിൾസിന്റെ എണ്ണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ നിങ്ങൾ ചെറുതാക്കി എഴുതണം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരും. അപ്പൊ ആരും മറക്കണ്ട, ഇപ്പോൾ നമ്മൾ 6ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ കൊടുക്കാൻ ആരും വിട്ടുപോകാതിരിക്കുക. എങ്കിലേ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.